ലെബനൻ പിടിച്ചെടുക്കാൻ ഇസ്രായേലിനെ തകർക്കാൻ ഹിസ്ബുള്ള. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ രീതി. ലെബനനിൽ വ്യാപകമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. അതിന് തിരിച്ചടിയായി വടക്കൻ ഇസ്രായേലിൽ വ്യാപക ആക്രമണം ഹിസ്ബുള്ളയും നടത്തി. ഇരുകൂട്ടരും കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. അതിനിടയിൽ ചൈന ലെബനന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നു. ലെബനന് ആയുധങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് ചൈന പ്രഖ്യാപിച്ചു. ലെബനനിൽ കയറി ഇസ്രായേൽ ആക്രമണം നടത്തിയതും പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളും ഒക്കെ അപലപനീയമാണെന്ന് ചൈന പറഞ്ഞു. ഇതോടുകൂടി യുദ്ധത്തിന്റെ രീതി മാറുകയാണ്. ചൈനയുടെ നിലപാട് ശ്രദ്ധേയമാണ്. നിരുപാധിക പിന്തുണയാണ് ലെബനന് ചൈന കൊടുത്തിരിക്കുന്നത്. എല്ലാവിധത്തിലുമുള്ള പിന്തുണ, സൈനികപരമായും ആയുധപരമായും സാമ്പത്തികപരമായും ഒക്കെയുള്ള പിന്തുണ. ചൈനയെ സംബന്ധിച്ചിടത്തോളം ലെബനൻ ഇസ്രായേൽ യുദ്ധം അല്ലെങ്കിൽ ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധം അമേരിക്കയെ അടിക്കാനുള്ള ഒരു വടിയാണ്. അമേരിക്കയുടെ ലോക പോലീസ് എന്ന മനോഭാവത്തെ തകർക്കാനുള്ള വടി. അതാണ് ഇപ്പോൾ ചൈന കളിക്കുന്നത്. ഹിസ്ബുള്ളയെ മുൻനിർത്തി ചൈന കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഹിസ്ബുള്ളയ്ക്ക് മുമ്പ് തന്നെ ചൈന ആയുധങ്ങൾ നൽകുന്നതായി ആരോപണമുണ്ടായിരുന്നു. ചൈനയും റഷ്യയും ഇറാനുമൊക്കെ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ നൽകുന്നതായി ഇസ്രായേൽ ആരോപിച്ചിരുന്നു. ആ ആരോപണം ഇപ്പോൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് ചൈനയുടെ നിലപാട്. ഐക്യരാഷ്ട്രസഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കുമെന്നും ചൈന പറഞ്ഞു. ലെബനൻ ഇസ്രായേൽ സംഘർഷം ഇതോടെ മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. ലോകത്ത് രണ്ട് ചേരികൾ രൂപം കൊള്ളുകയാണ്. ഒന്ന് അമേരിക്ക നേതൃത്വം നൽകുന്ന നാറ്റോ ചേരിയും മറ്റൊന്ന് ഇറാനും റഷ്യയും ഉത്തര കൊറിയയും ചൈനയും ഒക്കെ അടങ്ങിയ റബൽ ചേരിയും. രണ്ട് ചേരിയായി മാറിക്കഴിഞ്ഞു. ഇസ്രായേൽ വരുത്തിവെച്ച വിനയാണ്. ലെബനനിൽ വ്യോമാക്രമണം നടത്തിയ ഇസ്രായേൽ കൊന്നു തള്ളിയതൊക്കെ സാധാരണക്കാരെയാണ്. ലെബനനിലെ സാധാരണക്കാരെ 50ഓളം സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. അതിൽ കുട്ടികളും ഉൾപ്പെടുന്നു. അതുകൊണ്ടാണ് ലോകം മുഴുവൻ ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിക്കുന്നത്. ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേൽ കാണിച്ചത് തോന്നിവാസമാണെന്നും ക്രൂരതയാണെന്നും പറഞ്ഞ് രംഗത്ത് വന്നു കഴിഞ്ഞു. തുർക്കി യുദ്ധം നിർത്തണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. നാറ്റോ രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെ വിമർശിക്കുന്നു. ജോർദാൻ അടക്കമുള്ള നാറ്റോയുടെ അംഗമുള്ള രാജ്യങ്ങൾ വിമർശിക്കുകയാണ് ഇസ്രായേലിനെ. ലെബനനിലെ ആശുപത്രികൾ നിറയുകയാണ് പരിക്കേറ്റവരെ കൊണ്ട്. അവർക്ക് പ്രാഥമിക ചികിത്സ നൽകാൻ പോലും പറ്റുന്നില്ല. അത്രയേറെ പേരാണ് ഈ കൊച്ചു രാജ്യത്തിലെ ആശുപത്രികളിൽ വന്നിരിക്കുന്നത്. അടിയന്തരമായ ശസ്ത്രക്രിയകൾ ഒഴികെയുള്ള ശസ്ത്രക്രിയകളൊക്കെ മാറ്റിവെച്ച് പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുകയാണ് ഡോക്ടർമാരും മറ്റ് ആരോഗ്യ വിദഗ്ധരും എല്ലാം, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും എല്ലാം. ഹിസ്ബുള്ളയാകട്ടെ തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ നടത്തിയ തിരിച്ചടിയിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. വടക്കൻ ഇസ്രായേലിൽ റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും തീമഴ തന്നെ അവർ പെയ്യിച്ചു. ഈ സാഹചര്യത്തിലാണ് വളരെ ശ്രദ്ധേയമായ പ്രസ്താവനയുമായി ചൈന രംഗത്തെത്തിയിരിക്കുന്നത്. ചൈന എല്ലാവിധത്തിലും എല്ലാ തരത്തിലും ഉള്ള പിന്തുണ ലെബനന് നൽകുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ ഇസ്രായേലിന് അതൊരു വലിയ തിരിച്ചടിയായി മാറും.